ശബരിമലയിലേക്കുള്ള തങ്കയങ്കി ഘോഷയാത്ര പ്രയാണം തുടരുന്നു. 3-ാം ദിവസത്തെ യാത്ര കോന്നി മുരിങ്ങമംഗലത്ത് നിന്ന് ആരംഭിച്ചു. ഇന്നത്തെ യാത്ര രാത്രി പെരുന്നാട് സമാപിക്കും. നാളെ ഘോഷയാത്ര ശബരിമലയിലെത്തും. ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, പറയൂ. രോഹിണി, തങ്കയങ്കി ഘോഷയാത്ര അതിന്റെ 3-ാം ദിവസത്തെ പ്രയാണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് കോന്നി മുരിങ്ങമംഗലത്ത് നിന്നാണ് യാത്ര ആരംഭിച്ചത്. യാത്ര ഇപ്പോൾ സമീപത്തുള്ള ചിറ്റൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ ഭക്തജനത്തിരക്ക് ഈ രാവിലത്തെ ഈ സമയത്ത് തന്നെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ തങ്കയങ്കി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന സമയത്തൊക്കെ തന്നെ പാതയോരങ്ങളിൽ നിറയെ ഭക്തർ അതിനെ കണ്ടു തൊഴുവാനായിട്ടൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇന്നും എന്തായാലും സമാനമായിട്ടുള്ള ആ സ്ഥിതിവിശേഷം തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭക്തജനത്തിരക്ക് ഇന്ന് ചിറ്റൂർ ക്ഷേത്രത്തിലേക്ക് ഈ തങ്കയങ്കി വന്നപ്പോൾ ഇവിടെ കാത്തുനിന്ന ഭക്തരാണ് ഇവരൊക്കെ. ഇവിടെ അയ്യപ്പൻ്റെ തങ്കയങ്കി കണ്ടു തൊഴുക എന്നുള്ള ആ കാര്യത്തിന് വേണ്ടി നിന്ന ഭക്തരാണ് ഇവരൊക്കെ തന്നെ. എന്തായാലും വലിയ ഒരു ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ തന്നെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിനിപ്പോൾ പ്രധാനമായിട്ടും മലയാലപ്പുഴ ക്ഷേത്രമടക്കം തങ്കയങ്കി സന്ദർശനം നടത്തും. അതിനുശേഷം ഇന്ന് വൈകിട്ട് പെരുന്നാടാണ് ഇന്നത്തെ യാത്ര സമാപിക്കുന്നുണ്ടാവുക. പെരുന്നാട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ രാത്രി 8:30യോടുകൂടി തങ്കയങ്കി ഘോഷയാത്ര ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കും. 3 ദിവസമായി യാത്ര ആരംഭിച്ചിട്ട് നാളെയോടുകൂടി തങ്കയങ്കി ഘോഷയാത്ര സമാപിക്കുകയാണ്. നാളെ രാവിലെ പെരുന്നാട് ക്ഷേത്രത്തിൽ നിന്നും യാത്ര ആരംഭിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പമ്പയിൽ എത്തിച്ചേരും. തുടർന്ന് തങ്കയങ്കി ഈ രഥത്തിൽ നിന്നും അയ്യപ്പനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഈ രഥത്തിൽ നിന്നും തങ്കയങ്കി പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് ഇറക്കി വെക്കുന്നുണ്ടാകും. അതിനുശേഷം 1 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് തങ്കയങ്കി കണ്ടു തൊഴുവാനായിട്ടുള്ള സൗകര്യമുണ്ടാകും. അതിനുശേഷം ഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം 3 മണിയോടുകൂടി ഈ തങ്കയങ്കി പ്രത്യേക പേടകത്തിലാക്കിക്കൊണ്ട് അത് ശിരസിലേറ്റിക്കൊണ്ടാണ് പിന്നീട് സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ശരംകുത്തിയിലെത്തുമ്പോൾ ഈ ദേവസ്വം അധികൃതർ ചേർന്നുകൊണ്ട് തങ്കയങ്കി സ്വീകരിച്ച് ഏറ്റുവാങ്ങും. അതിനുശേഷം വാദ്യമേളങ്ങളിലേക്ക് അകമ്പടിയോട് കൂടിയിട്ടാണ് പിന്നീട് സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടാവുക. പിന്നീട് കൊടിമര ചുവട്ടിൽ വെച്ച് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ആചാരപരമായിട്ടുള്ള സ്വീകരണം ഈ തങ്കയങ്കിക്ക് നൽകും. പിന്നീട് ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് ഇത് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അന്ന് അയ്യപ്പന് ഈ തങ്കയങ്കി ചാർത്തിക്കൊണ്ടാണ് പിന്നീട് അതായത് നാളെ വൈകിട്ട് ദീപാരാധന ശബരിമലയിൽ നടക്കുന്നുണ്ടാവുക. അതിനുശേഷം മറ്റന്നാളാണ് മണ്ഡലപൂജ ചടങ്ങുകൾ നടക്കുന്നുണ്ടാവുക. മറ്റന്നാൾ രാവിലെ 11 മണിയോടുകൂടി കലശാഭിഷേക കളവാഭിഷേക ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടുകൂടി മണ്ഡലപൂജ ചടങ്ങുകളും പരിസമാപ്തിയാകും. അതോടുകൂടി 41 ദിവസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാന കാലഘട്ടത്തിന് കൂടി മണ്ഡലകാലത്തിന് കൂടി സമാപ്തിയാവുകയാണ്. ആ രീതിയിൽ തങ്കയങ്കി ഘോഷയാത്രയ്ക്കും വലിയ സ്വീകരണം തീർത്ഥാടകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒപ്പം ശബരിമലയിലും സമാനമായി തന്നെ തങ്കയങ്കി കണ്ടു തൊഴുവാനായിട്ട് നാളെയും മറ്റന്നാളുമായിട്ടുള്ള ദിവസങ്ങളിൽ വലിയ ഭക്തജനത്തിലേക്ക് അനുഭവപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ വർഷവും അത് പതിവാണ്. അയ്യപ്പന് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ആ രൂപം അത് കണ്ടു തൊഴുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹമായിട്ടാണ് ഭക്തർ ഓരോരുത്തരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ശബരിമലയിലും വലിയ തിരക്ക് അനുഭവപ്പെടും. എന്തായാലും ഈ തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്കൊക്കെ തന്നെ കടക്കുകയാണ്. ഇപ്പോഴും നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിൽ തന്നെയാണ് തങ്കയങ്കി കടന്നു പോകുന്ന ഓരോ പാതയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതായത് 24-ന് അത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത്. അതിനുശേഷം ഇന്നലെ 2-ാം ദിവസത്തെ യാത്ര ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് കോന്നി മുരിങ്ങമംഗലത്ത് സമാപിച്ചിരുന്നു. ഇന്നിപ്പോൾ 3-ാമത്തെ ദിവസത്തെ യാത്ര കോന്നിയിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ ചിറ്റൂർ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി മലയാളപ്പുഴ മൈലപ്പുറ അടക്കമുള്ള ഭാഗങ്ങളിൽ കൂടി കടന്നുപോയി പെരുന്നാടായിരിക്കും ഇന്നത്തെ യാത്ര സമാപിക്കുന്നുണ്ടാവുക. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടി തന്നെയാണ് തങ്കയങ്കി ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സായുധധാരികളായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടാണ് സുരക്ഷ ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഇതിനെ അനുഗമിക്കുന്നുണ്ട്. ദേവസ്വത്തിൻ്റെ അധികൃതരായിട്ടുള്ള ആളുകൾ അനുഗമിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടും മറ്റ് ക്രമീകരണങ്ങളോടും കൂടി തന്നെയാണ് എന്തായാലും തങ്കയങ്കി ഘോഷയാത്ര അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് പെരുന്നാട് സമാപിക്കും. നാളെ ഉച്ചയോടുകൂടി തങ്കയങ്കി ഘോഷയാത്ര ശബരിമലയിൽ എത്തിച്ചേരുന്നതോടുകൂടി ഘോഷയാത്രയ്ക്ക് പരിസമാപ്തിയാകും. എന്തായാലും അയ്യപ്പൻ്റെ 420 പവനോളം തൂക്കം വരുന്ന തങ്കത്തിൽ നിർമ്മിച്ചിട്ടുള്ള അങ്കിയാണ് ഈ തങ്കയങ്കിയായിട്ട് ശബരിമലയിലേക്ക് ഇത്തരത്തിൽ ഭക്ത്യാദരപൂർവ്വം വളരെ വലിയ ഘോഷയാത്രയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ എന്തായാലും സന്നിധാനത്തേക്ക് എത്തിച്ചേരും. നാളെ ഉച്ചയ്ക്ക് പമ്പയ്ക്ക് എത്തിയതിനു ശേഷം വൈകുന്നേരത്തോടുകൂടി ദീപാരാധന സമയത്തോടുകൂടി തങ്കയങ്കി സന്നിധാനത്ത് എത്തിച്ചേർന്നും. അന്ന് വൈകിട്ട് അയ്യപ്പന് അതായത് നാളെ വൈകിട്ട് അയ്യപ്പന് ഈ തങ്കയങ്കി ചേർത്തുകൊണ്ടുള്ള ദീപാരാധന കാണുവാനായിട്ട് ഭക്തർക്ക് സാധിക്കുന്നതായിരിക്കും. രോഹിണി, അതെ, ഗോകുൽ പറഞ്ഞതുപോലെ തങ്കയങ്കി കടന്നു പോകുന്ന വഴികളിലെല്ലാം
ഭക്തർ ഇങ്ങനെ തടിച്ചുകൂടുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുണ്യ ദർശനം തന്നെയാണ്. അയ്യനെ ചാർത്തുന്ന തങ്ക അങ്കിയാണ് അത്. ഒന്ന് കൺകുളിർക്കെ കാണാനും അത് വണങ്ങാനും ആ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിൽ എല്ലാവരും അവർ അങ്ങനെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പല ഇടങ്ങളിലും സ്വീകരണം ഏറ്റുവാങ്ങി പോകുന്നതോടൊപ്പം തന്നെ ഭക്തലക്ഷങ്ങൾക്ക് അത് കണ്ട് വണങ്ങുന്നതിനുള്ള ഒരു സൗകര്യവും ഒരുക്കി തന്നെയല്ലേ ഘോഷയാത്ര മുന്നോട്ട് പോകുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഭക്തർക്ക് സുഗമമായി തന്നെ തങ്കയങ്കി കണ്ട് വണങ്ങുന്നതിനുള്ള ഒരു സൗകര്യം തന്നെയല്ലേ ഈ ഘോഷയാത്രയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും രോഹിണി, അതായത് ആദ്യ ദിവസം മുതൽ തന്നെ ആദ്യ മണിക്കൂറുകൾ മുതൽ ആദ്യ ദിവസം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആറന്മുളയിൽ വലിയ ഭക്തജനത്തിരക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് കണ്ടു തൊഴുവാനായിട്ടും ഒപ്പം ഇതിനെ അനുഗമിക്കുന്നതിനുമൊക്കെ വേണ്ടി വലിയ തിരക്കുണ്ടായിരുന്നു. എല്ലാ ഭക്തർക്കും പൂർണ്ണമായിട്ടും തങ്കയങ്കി കണ്ടു തൊഴുവാനുള്ള സൗകര്യങ്ങൾ ആറന്മുള ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടന്നിട്ടുള്ള 2 ദിവസങ്ങളിലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നു. വലിയ തിരക്ക്, വലിയ ഭക്തജന തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ചിറ്റൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ തിരക്കാണ് നമ്മൾ കാണുന്നത്. അതായത് പ്രായമായ മുതിർന്ന ആളുകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അയ്യപ്പന്റെ തങ്കയങ്കി കണ്ടു തൊഴുവാനായിട്ടൊക്കെ തന്നെ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ രീതിയിൽ നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിൽ തന്നെയാണ് തങ്കയങ്കി ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ ഭഗവാന്റെ ആ ഒരു അങ്കി അത് കണ്ടു തൊഴുക എന്ന് പറയുന്നത് തന്നെ വലിയ സായുജ്യമായിട്ട് നിർവൃതിയായിട്ട് കണക്കാക്കുന്ന ആളുകളാണ് ഹൈന്ദവ വിശ്വാസികൾ, അയ്യപ്പ വിശ്വാസികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ അതിനെ തൊഴുകൈയോടുകൂടി കൂപ്പി അല്ലെങ്കിൽ കൂപ്പ് കൈയോടുകൂടി അതിനെ സ്വീകരിക്കുകയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ദക്ഷിണ അർപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഭക്തജന സഹസ്രങ്ങളെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ തന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അത് എല്ലാ വർഷവും ഈ ഒരു ചടങ്ങ് ഈ രീതിയിൽ തന്നെ ഭംഗിയായിട്ട് നടക്കാറുള്ളതാണ്. ഓരോ വർഷം ചെല്ലുന്തോറും ഭക്തജന സാന്നിധ്യം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ചിറ്റൂർ ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അടുത്ത കേന്ദ്രത്തിലേക്ക് തങ്കയങ്കി നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള ആ രഥത്തിലാണ് അയ്യപ്പന്റെ തങ്കയങ്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും അടുത്ത കേന്ദ്രം ലക്ഷ്യമാക്കി ഇവിടെ ഈ ഗ്രാമത്തിലുള്ള ഭക്തരെയൊക്കെ അയ്യപ്പന്റെ ആ തങ്കയങ്കി കാണിച്ചതിന് ശേഷം ആ രഥഘോഷയാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വിവിധങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങൾ, 10ലധികം കേന്ദ്രങ്ങളിൽ ഇന്നും ഈ തങ്കയങ്കിക്ക് ആചാരപരമായിട്ടുള്ള സ്വീകരണം നൽകുന്നുണ്ട്. ഒപ്പം ഇതിനെ 3 ദിവസം അനുഗമിക്കുന്നതായിട്ടുള്ള സ്ഥിരം ഭക്തരായിട്ടുള്ള ആളുകളുണ്ട്. അതായത് തങ്കയങ്കിയുടെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അതിനോടൊപ്പം സഞ്ചരിക്കുന്ന നിരവധി ഭക്തരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വലിയ സായുജ്യമായിട്ടൊക്കെ തന്നെ അല്ലെങ്കിൽ ഒരു ജീവിത വ്രതമാക്കിയൊക്കെ തന്നെ എടുത്തുകൊണ്ട് തന്നെയാണ് ഭക്തർ ആ കാര്യങ്ങളെയൊക്കെ തന്നെ ചെയ്തു പോകുന്നത്. വർഷാവർഷം ഇങ്ങനെ അത് തുടർച്ചയായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ സ്ഥിരമായിട്ടുണ്ട്. ഇതിനോടൊപ്പം അനുഗമിച്ച് ശബരിമലയിൽ എത്തുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അത് ആ രീതിയിൽ തന്നെ എല്ലാ വർഷവും ചിട്ടയായിട്ട് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും പൂർവാധികം ഭംഗിയായി തന്നെ ഈ വർഷത്തെ തങ്കയങ്കിയുടെ ഘോഷയാത്ര ചടങ്ങുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം എല്ലാ ക്രമീകരണങ്ങളും അതിന്റെ അതേ രീതിയിൽ തന്നെ നിശ്ചയിച്ചത് പ്രകാരം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക്, അതിന്റെ തങ്കയങ്കി ഘോഷയാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. നാളെയോടുകൂടി ഘോഷയാത്രയ്ക്ക് പരിസമാപ്തിയാകുന്നുണ്ടാവും രോഹിണി. ശരി ഗോകുൽ, ശബരിമലയിലേക്കുള്ള തങ്കയങ്കി ഘോഷയാത്ര പ്രയാണം തുടരുന്നു. 3-ാം ദിവസത്തെ യാത്ര കോന്നി മുരിങ്ങമംഗലത്ത് നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര രാത്രി പെരുന്നാട് സമാപിക്കും. നാളെ ഘോഷയാത്ര ശബരിമലയിലെത്തും. ഗോകുൽ രമേശാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.